ബാർ സമയമാറ്റം പ്രതിപക്ഷത്തിന് നേരത്തെ അറിയാമായിരുന്നു എന്ന മന്ത്രി MP രാജേഷ് പറയുന്നു. വിഷയത്തിൽ പ്രതിപക്ഷത്തിന് അനുകൂല നിലപാടാണ് ഉണ്ടായിരുന്നത്. സർക്കാരിന്റെ മുന്നിൽ വളരെ കാലമായി ഈ വിഷയമുണ്ട്. ടൂറിസമാണ് പ്രധാന ലക്ഷ്യമെന്നും മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. ഫയല് നടപടിക്രമങ്ങൾ പാലിച്ച് യഥാർത്ഥത്തിൽ വൈകുകയാണ് ചെയ്തത്. വേഗത്തിലല്ല നീങ്ങിയത്. കുറച്ച് കൂടുതൽ കാലതാമസം ഉണ്ടാവുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഒക്ടോബറിൽ തീരുമാനമുണ്ടാകുമായിരുന്നു. പ്രതിപക്ഷത്തിനും ഇതറിയാമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ് എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. മാന്യത എല്ലാവരും പുലർത്തുന്നത് നല്ലതാണ്. അജീഷ് ജയകുമാറാണ് ചേരുന്നത് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. അജീഷ്, ഇതിപ്പോ പ്രതിപക്ഷം വലിയ വിമർശനവുമായി രംഗത്തെത്തുന്നു. അപ്പോൾ തന്നെ മന്ത്രിയുടെ വിശദീകരണം വരുന്നു. ഇത് പ്രതിപക്ഷത്തിന് നേരത്തെ അറിയാമായിരുന്ന കാര്യമാണ്. തീരുമാനം നേരത്തെ ഉണ്ടായതാണ്, പക്ഷേ ഫയൽ നീക്കം കുറച്ച് വൈകി. അതാണ് ഇപ്പോൾ സംഭവിച്ചത്, അല്ലാതെ ഇതൊരു പുതിയ കാര്യമല്ല എന്നും അദ്ദേഹം പറയുന്നു. ഇതിലൊരു കോൺട്രഡിക്ഷൻ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അങ്ങനെ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് സർക്കാർ ഈ ബാർ ഉടമകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തന സമയം അത് കൂട്ടിയത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ സർക്കാർ പറയുന്നത് കഴിഞ്ഞ വർഷം 2025 ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ എണ്ണം ഈ 14 നിന്ന് 98 ഉയർത്തിയിരുന്നു. ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ബാറുകളുടെ പ്രവർത്തന സമയം നേരത്തെ തന്നെ ഈ കഴിഞ്ഞ വർഷം മുതൽ തന്നെ രാവിലെ 10 മുതൽ രാത്രി 12 വരെയാണ്. ഇത് ഏകീകരിച്ചത് മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്നാണ് എക്സൈസ് മന്ത്രി ഇപ്പോൾ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷത്തിനും നേരത്തെ തന്നെ അറിയുമായിരുന്നു. എല്ലാവരുമായി കൂടിയാലോചിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. അയൽ സംസ്ഥാനങ്ങളിലെ സ്ഥിതി കൂടി പരിഗണിച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ലൈസൻസ് ഫീസ് ഏറ്റവും കൂടുതൽ ഈടാക്കുന്നത് നിലവിൽ കേരളത്തിലാണ്. ഒരേ ഫീസാണ് കേരളത്തിൽ എല്ലാ ബാറുകൾക്കും ഈടാക്കുന്നത്. ഈ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രമാണ് ഈ 5 ലക്ഷം രൂപ കൂടുതൽ അടച്ചാൽ ഈ 3 മണി വരെ പ്രവർത്തിക്കാനുള്ള അനുമതി നിലവിലുള്ളത്. ഇത് ഒരു ഏകീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം സർക്കാർ എടുത്തത്. സർക്കാരിന്റെ മുന്നിൽ ഈ ആവശ്യം നേരത്തെ തന്നെ ഉള്ളതാണ്. തെരഞ്ഞെടുപ്പ് ഡീലെന്നോ ഈ കത്തോലിക്ക സഭയുടെ ആരോപണം ഈ സർക്കാരിനെ കുറിച്ചായിരിക്കില്ല എന്നൊക്കെയാണ് മന്ത്രി ഇപ്പോൾ ഈ വിമർശനത്തിനുള്ള മറുപടിയായിട്ട് പറയുന്നത്. എന്തായാലും പ്രതിപക്ഷത്തിന് ഈ സമയം ഏകീകരിക്കൽ അനുകൂല നിലപാടായിരുന്നു എന്നുള്ളതാണ് എക്സൈസ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇക്കാര്യം സർക്കാരിനെ ഇപ്പോൾ പ്രതിപക്ഷം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തീരുമാനം പുറത്തു വന്ന ശേഷം പ്രതികൂല നിലപാട് എടുക്കുന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റണ്ടെന്നാണ് എക്സൈസ് മന്ത്രി പറയുന്നത്. കൂടുതൽ കാര്യത്തിൽ ഒന്നും പറയാനില്ലെന്നും എക്സൈസ് മന്ത്രി പറയുന്നുണ്ട്. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുക. എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇന്നു മുതലാണ് ഈ സമയക്രമത്തിലെ ആ മാറ്റം നിലവിൽ വരിക. അത് ടൂറിസം വികസനത്തിന് എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.